എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജീവ ഉണ്ണിമോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു കടക്കണം എന്നറിയില്ല, മണിമാളികയ്ക്കുള്ളിന്ന്. ഈ സമയത്താണ് അവര് ഒരു സ്തുതിഗീതം കേട്ട് ഇത് ആരെ പോലും ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്ക് മനസ്സിലായി, മുമ്പ് ആ പുറത്ത് കണ്ട മുത്തശ്ശിയുടെ അതേ സൗണ്ടാ. പെട്ടെന്ന് ജീവയും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് എത്തുവാണ്. ഈ സമയം ആഞ്ജനേയന്റെ മുന്നിൽ നിന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ സ്തുതിഗീതങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു. ഉണ്ണിമോളെയും ജീവയെ കണ്ട ഉടനെ മുത്തശ്ശി ഓടി അവരുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം ഉണ്ണിമോളി ചോദിച്ചു, എന്താ മുത്തശ്ശി എന്ത് പരിപാടിയെ കാണിച്ചേ? മുത്തശ്ശി മണിയടിച്ച എന്തിനാ? അതുകൊണ്ട് മുത്തശ്ശിനെ അവരിങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേന്ന് പറയാം. അല്ല, അത് ഉണ്ണിമോളെ, ഞാൻ മുത്തശ്ശി കൂടുതലായിട്ടൊന്നും പറയണ്ട. ഇതിനകത്തൊന്നും ഇനി മുത്തശ്ശിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടാനൊന്നും സാധിക്കില്ലെന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ടെന്ന് പറയാം. അങ്ങനെ രക്ഷപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ കൊച്ചുമോളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മുത്തശ്ശിയുടെ കൊച്ചുമോളെ രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്ത് കിടന്നല്ലേ പറ്റുള്ളൂന്ന് ചോദിക്കാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഇല്ല, എന്റെ കൊച്ചുമോളെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നോക്കട്ടെ, ഇനിയിപ്പോ രക്ഷിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതാരാ? ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് മുത്തശ്ശിയുടെ കൊച്ചുമോളെ നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ പറ്റൂന്ന് പറയാം. ഇത് കേട്ടപ്പം ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. ഉണ്ണിമോൾ ചോദിച്ചു, അല്ല, ഗിരിദേവൻ അങ്ങനെ പറഞ്ഞോ രക്ഷിക്കാൻ പറ്റുമെന്ന്? അതെ, കാരണം ആഞ്ജനേയ സ്വാമിയാണല്ലോ അവർക്ക് ശാപം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ശാപമോഷം കൊടുക്കണമെങ്കിൽ ഇനി ആഞ്ജനേയ സ്വാമി തന്നെ വിചാരിക്കണം. അപ്പൊ ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയണം. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും നമുക്ക്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഞാൻ എന്റെ കൊച്ചുമോളോട് വീട്ടിലായിരുന്ന സമയത്ത് ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നിങ്ങളിങ്ങനെ അടുത്ത് വാ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുതരാം. അത് ഹനുമാൻ സ്വാമിയുടെ കഥകളൊക്കെ പറഞ്ഞുതരാന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോളും ജീവനും ഭയങ്കര താല്പര്യത്തോടു കൂടി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അയോധ്യയിലെ രാജാവായ ദശരഥൻ പുത്രലബ്ധിക്കായിട്ട് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം ചെയ്യുന്ന സമയത്ത് യാഗാഗ്നിയിൽ നിന്നും പ്രജാപതിയുടെ പ്രതിരൂപം ഇറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹം വന്നു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ കയ്യില് വലിയൊരു പായസപാത്രം ഉണ്ടായിരുന്നു. അത് ദേവന്മാരുണ്ടായി കൊടുത്ത പായസമായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നേ. അങ്ങനെ ആ പായസം കൊടുത്തിട്ട് ദശരഥനോട് പറഞ്ഞു, ഈ പായസം ഭാര്യമാർക്ക് കൊണ്ടേ കൊടുക്കുക, നല്ല പുത്രന്മാര് ജനിക്കൂന്ന് പറയാം. ഈ സമയത്താണ് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ഇന്ദ്രനും ആളുകളും എത്തിയത്. കാരണം അവരുടെ രാവണന്റെ ശല്യം സഹിക്ക വയ്യ. അതുകൊണ്ട് എന്തേലും അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞാണ് അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായിട്ട് ദശരഥന് ശ്രീരാമൻ പറന്നു പറയാണ്. ഇതെല്ലാം കേട്ടോണ്ട് ഉണ്ണിമോളും ജീവയും കൂടെ ആകാംക്ഷപൂർവ്വം ഇരിക്കുകയാണ്. പിന്നീട് പരമശിവന്റെ അവതാരമായിട്ട് ഹനുമാൻ സ്വാമി വന്നു. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാമന്റെ കടുത്ത ഭക്തനായിരുന്നു. അങ്ങനെ ശ്രീരാമന്റെ ഇതെല്ലാം പൂർത്തിയായതിനു ശേഷം, രാവണനെല്ലാം വധിച്ചതിന് ശേഷം ശ്രീരാമന് മടങ്ങിപ്പോണം. കാരണം യമധർമ്മം വരാൻ സമയമായി. പക്ഷെങ്കിൽ ഹനുമാൻ സ്വാമി ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല. ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടെങ്കിൽ യമധർമ്മം തന്നെ കൊണ്ടുപോകുന്ന സഹിക്കില്ല. അദ്ദേഹം തടയുമെന്ന് ശ്രീരാമൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീരാമൻ എന്ത് ചെയ്തു, തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരിയിട്ട് ഒരു ചെറിയ വിടവിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, അതുപോയി എടുക്കാൻ പറയാണ്. അപ്പം ശ്രീരാമന്റെ കടുത്ത ഭക്തനായതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് അത് എടുക്കാൻ പോകാതിരിക്കാൻ പറ്റില്ല. ഹനുമാൻ സ്വാമി എന്ത് ചെയ്യുവാണ്, അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഒരു ചെറിയ വണ്ടിനെ പോലെ തന്നെ ആ വിള്ളലിൽ കൂടെ അങ്ങോട്ട് എടുക്കാനായിട്ട് അങ്ങ് പോയെന്ന് പറയാം. ഈ സമയം ഉണ്ണിമോള് ചോദിച്ചു, അല്ല, എന്നിട്ട് കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ സ്വാമി ചെന്ന് എത്തിപ്പെട്ടതോ നാഗലോകത്തായിരുന്നു. അങ്ങനെ നാഗലോകത്ത് ചെന്നപ്പോ വാസുകിയോട് ഹനുമാൻ സ്വാമി കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോ വാസുകി പറഞ്ഞതേ, മോതിരം അവിടെയുണ്ട്, മോതിരമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടെ പോയി എടുത്തോളാൻ പറയണം. അങ്ങനെ സന്തോഷത്തോടുകൂടി ഹനുമാൻ സ്വാമി മോതിരം എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ലേ ഇരിക്കുന്നത്, കാരണം അവിടെ മൊത്തം കുറെ മോതിരമുണ്ട്. അതിനകത്തുനിന്ന് ഏത് മോതിരാന്നോർത്ത് എങ്ങനെ എടുക്കണേ? ആകെ പട കൺഫ്യൂഷൻ ആയിപ്പോയി ഹനുമാൻ സ്വാമിക്ക്. ഈ സമയം കൊണ്ട് യമധർമ്മം വന്ന് ശ്രീരാമന്റെ ജീവൻ എടുത്തെന്ന് പറയാണ്. അപ്പൊ ഈ കഥകളെല്ലാം കേട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്യുവാണ്, ഹനുമാൻ സ്വാമിയുടെ മുന്നില് മുത്തശ്ശി സമർപ്പിച്ച ആ മാമ്പഴം അതെടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കണേ ആ മാമ്പഴമായിട്ട് ഹനുമാൻ സ്വാമി നേരെ ചെല്ലുന്ന ചിത്രകേതുവിന് കാമിനിയുടെ അടുത്ത. ഈ സമയത്ത് ചിത്രകേതും കാമിനി ആ പാടെ സങ്കടപ്പെട്ടിരിക്കുക. ചിത്രകേതു പറഞ്ഞു, ദേ ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാൻ പറ്റുമെന്ന് തോന്നില്ല. മാഘപൗർണമി അതേ അവസാനിക്കാറായി. ഇനിയിപ്പം നമ്മൾ ഇവിടെ തന്നെ
നിൽക്കേണ്ടി വരുമെന്ന് പറയണം. ഈ സമയം കാമിനിയോട് ശരിയാ, നമുക്കിനിയിപ്പോ ഈ ഭൂലോകത്ത് തന്നെ വസിക്കണമെന്ന് തോന്നേ, വിദ്യാധര ലോകത്തേക്ക് നമുക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഹനുമാൻ സ്വാമി ചിത്രകേതുവിന്റെ കാമിനിയുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുവാണ്. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടതും ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ചിത്രകേതു കാമിനി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഞങ്ങളോട് പൊറുക്കണം, ഞങ്ങൾ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല. ഞങ്ങൾ മതി മറന്നുപോയ കുറച്ച് നിമിഷങ്ങളാണ് അത്. പ്രണയലീലകളിൽ മുഴുകണ സമയത്ത് ഞങ്ങൾ ആഞ്ജനേയനെ കുറിച്ച് ചിന്തിച്ചു പോലില്ല എന്ന് പറയണം. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരു ശവമോഷം തരണം. ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഞങ്ങളുടെ വിദ്യാർത്ഥി ലോകത്തേക്ക് മടങ്ങി പോകാൻ പറ്റില്ല, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആഞ്ജനേയൻ പറഞ്ഞു, കയ്യിലിരിക്കുന്ന മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭക്ഷിച്ചോളൂ, ഇത് ഭക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശവമോഷം കിട്ടും, നിങ്ങളുടേതായ വിദ്യാർത്ഥി ലോകത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് കഴിയും. കാരണം ഇവിടെ അകപ്പെട്ടു പോയ ആ ബാലിയയ്ക്കൊക്കെ അവരെ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ട് അവർക്ക് ചിത്രകേതുവിനും കാമിനിക്കും ഭയങ്കര സന്തോഷമായി. അവര് ഹനുമാൻ സ്വാമിനെ വണങ്ങുന്നുണ്ട്. അങ്ങനെ അവരാ മാമ്പഴം ഭക്ഷിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന വല്ലാത്ത ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പുറത്ത് നിൽക്കുവാണ് ലീലയും ജീവയുടെ അച്ഛനും കൂടെ. കാരണം അകത്ത് എന്താ സംഭവിക്കുന്ന പോലും അറിയത്തില്ല. അങ്ങോട്ടാണെങ്കിൽ ആ അമ്മ പോയിട്ടും അമ്മേനെ കുറിച്ച് ഒരു വിവരമില്ല. ഈ സമയത്ത് മണിമാലയുടെ കതക് തുറക്കപ്പെട്ടു. കതക് തുറന്നിട്ട് ഉണ്ണിമോളും ജീവ മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. മോനെ കണ്ടത് മോനെന്ന് ജീവനെ വിളിക്കുവാണ്. ജീവ പറഞ്ഞു, വേണ്ട, എന്നോട് മിണ്ടണ്ട, നിങ്ങൾ എപ്പോഴും എന്നോട് പറയായിരുന്നല്ലോ മണിമാലയിലേക്ക് കൊണ്ടേ തള്ളൂ എന്നുള്ളത്. ഇപ്പം മനസ്സിലായില്ലേ, എന്നെ നിനക്ക് വേണ്ടല്ലോ എന്ന് പറയാണ്. മോനെ അതറിയാതെ പറഞ്ഞു പോയതല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വേണ്ട കാണിക്കണ്ടെന്നൊക്കെ ജീവയുടെ അച്ഛൻ ചോദിക്കുക. ഇനി അങ്ങനെ ഒന്നും ഞങ്ങൾ പറയത്തില്ല എന്ന് പറയാം. ഈ സമയം ജീവ പറഞ്ഞു, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമില്ല. അല്ല മോനെ, സത്യമായിട്ടുള്ള കാര്യം പറയണേ മോനെ, നീ വന്നാലോ മതിയാവുള്ളൂ, വീട്ടിലേക്ക് വരാൻ പറ, എന്നാലും സുരയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ. സുരയ്ക്ക് ഇത് എന്തു പറ്റി? സുര വയ്യാണ്ട് കിടപ്പാന്ന് പറയണ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി സുരയുടെ വീട്ടിലേക്ക് ഓടുവാണ് ജീവ. പുറകെ ജീവയുടെ അച്ഛനും അമ്മയും പോവാണ്. ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ലോ. ആ ഒരു സന്തോഷമായിരുന്നു ഉണ്ണിമോളുടെ മനസ്സിലുണ്ടായിരുന്നത്. കൂടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. അവിടെയെങ്കിലും ഗിരിദേവനും വാവരെയും കണ്ടില്ല. ഈ സമയം ഗിരിദേവന്റെ വാവരുടെ മുന്നിലേക്ക് ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടുവാണ്. പിന്നീട് ഹനുമാൻ സ്വാമി ഗിരിദേവനോട് പറഞ്ഞു, അങ്ങുന്നതിന്റെ ലീലകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പറയാണ്. കാരണം എല്ലാ അയ്യപ്പസ്വാമിയുടെ ഒരു ലീലകളായിരുന്നു. കാരണം ഉണ്ണിമോളും ജീവയും കൂടെ ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങി ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മണിമാളിയിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ആ സമയത്ത് ഉണ്ണിമോളുടെ അടുത്തേക്ക് ആ വൃത്തനെ എത്തിച്ചൊക്കെ അയ്യപ്പസ്വാമിയുടെ ലീലകളായിരുന്നു. അത് മാത്രമല്ല ദേവികമ്മയാണെങ്കിലോ കടയിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കാൻ നിന്ന് കഴിയുമ്പോഴത്തേന് ദേവികമ്മയുടെ മുന്നിലേക്ക് ഒരു സ്ത്രീയും അവരുടെ വയ്യാത്ത മോനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യിരുന്ന പൈസ ദേവികമ്മ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതല്ല അയ്യപ്പസ്വാമിയുടെ ഒരു കാര്യങ്ങളായിരുന്നു. അയ്യപ്പസ്വാമി പറഞ്ഞു, എനിക്കറിയായിരുന്നു, കാരണം ആ അകത്ത് കിടക്കുന്നവരെ പുറത്തെത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ അങ്ങന്റെ അനുഗ്രഹം വേണം. അങ്ങനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെ ചില പുണ്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അങ്ങയുടെ അനുഗ്രഹം അവരുടെ മേലും ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ ദേവികമ്മയുടെ മേലും ഉണ്ണിമോളുടെ മേലും അനുഗ്രഹം ഉണ്ടേ മാത്രമേ ഹനുമാൻ സ്വാമി അവരെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ചെറിയ കാര്യമുള്ള ദാനധർമ്മങ്ങളൊക്കെ നടത്തിയിരിക്കുന്നേ. അപ്പൊ അതൊക്കെ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ദേവികമ്മ കൊടുത്ത മാമ്പഴം സ്വീകരിച്ചിട്ട് അവരെ മോചിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് പ്രണാമമൊക്കെ പറഞ്ഞ് ഗിരിദേവനും ബാബുരും അവിടുന്ന് ഇങ്ങോട്ട് പോരുവാണ്. ഈ സമയം ഉണ്ണിമോള് എന്ത് ചെയ്യണം, നേരെ ഗിരിദേവന്റെ അടുത്തേക്ക് എത്തുവാണ്. അപ്പം ഗിരിദേവന്റെ അടുത്തെത്തിയപ്പത്തിന് ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഗിരിദേവ, ഞാൻ മുത്തശ്ശിനെ അവിടെ കണ്ടായിരുന്നു, മുത്തശ്ശി എപ്പോഴാ വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, അല്ല ഉണ്ണിമോളൊക്കെ അത് മനസ്സിലായില്ലേ? ഇല്ല. അല്ല ഉണ്ണിമോൾ ഇത്ര സമയം എവിടെയായിരുന്നു? ഞാൻ അകത്തായിരുന്നു. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, എന്നെക്കാൾ ഇച്ചിരി പ്രായമുള്ള. പിന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. വേറെ ആരുമില്ല എന്ന് വാവ ചോദിച്ചു. ഇല്ല, വേറെ ആരുമില്ല, കാരണം ഉണ്ണിമോളുടെ മനസ്സിൽ നിന്ന് ബാക്കിയെല്ലാം മായച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, നിങ്ങൾ മാത്രല്ല അവർ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു പറയാം. ഇല്ല ഗിരിദേവ, ഗിരിദേവൻ വെറുതെ കള്ളം പറയില്ല, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാ. അതെ, ഇങ്ങോട്ട് വന്ന കല്ലിച്ചേച്ചിലും ചേന്തൻ ഒപ്പല്ലേ, അവരെന്തേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, അതെ അവരിവിടെ ഇല്ലാന്ന് പറയണം, അവര് വീട്ടിലേക്ക് പോയെന്ന് പറയാം. ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. അതെന്താ നമ്മളെ കൂട്ടാതെ അവര് വീട്ടിലേക്ക് പോയത്? അതൊക്കെ ഉണ്ട് ഉണ്ണിമോളെന്ന് പറയാ. അല്ല ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരമ്മയല്ലേ, ആ അമ്മ എന്തേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, ആ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലേ അത് കല്ലിച്ചേച്ചിനെയും ജയന്തൻ അല്ല കൂട്ടിക്കൊണ്ട് വന്നേ, ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവര് നമ്മുടെ അടുത്തേക്ക് വന്നേന്ന് പറയണം. ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയാ ഗിരിദേവ എനിക്ക് പറയണേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോൾ ഒന്ന് കണ്ണടയ്ക്ക്, ഉണ്ണിമോളുടെ മുന്നിൽ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ കണ്ണടയ്ക്കുക. ഈ സമയം
സൂര്യയുടെ അടുത്തേക്ക് ജീവ ഓടിച്ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആകെപ്പാട് സങ്കടപ്പെട്ട് സതി ഇരിക്കുവാണ്. സതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കൈയെല്ലാം മരവിച്ച് കഴിഞ്ഞിരുന്നു സൂര്യയുടെ. സൂര്യനെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഒരു വണ്ടി വിളിക്കാന്ന് ഓർത്ത് 1-2-3 വണ്ടി വിളിച്ചു നോക്കി. പക്ഷെ ഒരു വണ്ടിക്കാരൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജീവ അങ്ങോട്ട് ചെല്ലുന്നത്. ജീവയ്ക്കാണ് സൂര്യയുടെ കിടപ്പുണ്ടപ്പോ സഹിച്ചില്ല, പൊട്ടി കരയാണ് അവിടെ വന്നിട്ട് ജീവ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.